പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 കർക്കിടക മാസം 31-ാം തീയതി സമാപിക്കുകയാണ്. ഒരു പുതുവർഷം 1201 പിറക്കാൻ പോകുകയാണ്. 1201 ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി കാലത്ത് 1:45 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും ശുഭാശുഭങ്ങൾ എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ്. ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തി, ചട്ടമ്പിസ്വാമി ജയന്തി, വിനായക ചതുർത്ഥി, തിരുവോണം, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം. ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു. ചിങ്ങം 1-ാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി, ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ്. ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു, ചിങ്ങമാസം 1-ാം തീയതി കാലത്ത് 1:45 രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം. ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല. ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമെന്ന വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന്, ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ്. സിംഹേ വിംശതിരാദിത ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു. നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി. ഇവിടെ മിഥുനം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗുരുശുക്രന്മാരും, 2-ാം ഭാവത്തിൽ ബുധനും, 3-ാം ഭാവത്തിൽ സൂര്യനും കേതുവും, 4-ാം ഭാവത്തിൽ ചൊവ്വയും, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. സ്വതവേ മിഥുനം രാശിക്കാർക്ക് ജന്മവ്യാഴവും കണ്ടക ശനിയുമുണ്ട്. ഇവിടെ കണ്ടക ശനി ഉണ്ടെങ്കിലും ഇന്ന് ശനി വക്രിയായാണ് സഞ്ചരിക്കുന്നത്. അത് നല്ലതാണ്. ഇവിടെ ജന്മവ്യാഴം വളരെ അനുകൂലമല്ല എങ്കിലും ഇന്ന് ആ വ്യാഴത്തോടുകൂടി ശുക്രൻ യോഗം ചെയ്ത് നിൽക്കുന്നു. അത് വളരെ നല്ലതാണ്. അതിനാൽ ആ വ്യാഴം ഉണ്ടാക്കുന്ന ജന്മവ്യാഴത്തിൻ്റെ പല ഫലങ്ങളെയും അതിൻ്റെ ദോഷവശങ്ങളെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ എത്തിക്കുവാൻ ശുക്രന് കഴിയുന്നു. കാരണം വ്യാഴവും ശുക്രനും കൂടെ യോഗം ചെയ്താൽ അതൊരു അതിമാനുഷ്യ യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്താലാണ് അതിമാനുഷ്യ യോഗം. ഇവിടെ ആ യോഗവും ഒരു അതിമാനുഷ്യ യോഗമായി നമുക്ക് കണക്കാക്കാം. വാഗ്മീഭൂ ഗണവ സിതേന എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വ്യാഴം ശുക്രനോടുകൂടെ യോഗം വരുമ്പോൾ നല്ല വാഗ്മിയാകും. ഭൂപൻ രാജാവാകും. ഗണപഹ ഗണങ്ങളുടെ ലീഡർഷിപ്പ് തനിക്ക് ലഭിക്കും. തൻ്റെ കൂടെയുള്ള കൂട്ടത്തെ രക്ഷിക്കുമെന്നാണ്. ഗണാൻ പാതി ഇതി ഗണപഹ. അത്രയും നല്ലൊരു യോഗമാണ് മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു യോഗം പ്രദാനം ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം, പൗരുഷം പ്രകടിപ്പിക്കുവാനുള്ള, ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള എല്ലാ കരുത്തും 3-ാം ഭാവത്തിൽ ഈ സൂര്യൻ പ്രദാനം ചെയ്യും. അതിനാൽ വളരെ അനുകൂലമായ സമയമാണ്. ധനാധിപനായ ഗ്രഹം 12-ലാണ് നിൽക്കുന്നത് ചന്ദ്രൻ.
അതിനാൽ ഊഹക്കച്ചവടം, ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശ്രദ്ധിക്കണം. അനാവശ്യമായ അനവസരത്തിലുള്ള ധനനഷ്ടങ്ങൾ സംജാതമാകും. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി ധനവിഷയം കൈകാര്യം ചെയ്യണം. 2 ബുധൻ സദസ്സിൽ ശോഭിക്കാൻ സഹായിക്കും ഒരു വ്യക്തിയെ. ധനേ ബുദ്ധിമാൻ ബോധനെ ബാഹുതേജാഹ സഭാ സംഗതോ ഭാസതേ വ്യാസ ഏവ. സദസ്സിൽ വ്യാസനെ പോലെ ശോഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സദസ്സിൽ തനിക്ക് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കും. കർമ്മമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. താൻ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഡെഡിക്കേറ്റഡായി മുന്നോട്ട് നീങ്ങും. കാരണം ജന്മത്തിൽ വ്യാഴമാണ്. ഹോരാസംസ്ഥ ജീവേ സുശരീരോ പ്രാണവായു സുസമീക്ഷിത കാര്യകര. ഓരോ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് നീങ്ങിയാൽ മിഥുന രാശിക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. ഭോഗാസക്തനായി, മെറ്റീരിയലിസ്റ്റായി അനാവശ്യമായി കാശുകൾ ചെലവാക്കാതെ നോക്കണം. വസൂനി വ്യയം ഭോഗഭൂംന വ്രജന്തി. ഭോഗസുഖങ്ങൾക്കായി കാശ് ധാരാളം ചെലവഴിക്കുമെന്ന് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശുക്രനാണെങ്കിൽ പറയേണ്ടതില്ല. സ്മരതിമുണ സുഖീന. എല്ലാ കാമകലകളിലും നിപുണനാകുക, താൻ വലിയ സുഖിയായി മാറുക. അതിനാൽ സാമ്പത്തിക വിഷയത്തിലുള്ള ഇടപെടലുകളും ഭൗതിക സുഖത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതും മിഥുന രാശിക്കാർക്ക് അത്ര അഭിലഷണീയമല്ല. അതുമൂലം പ്രയാസങ്ങളുണ്ടാകും. ധാരാളം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കും. 9-ൽ രാഹുവാണ് നിൽക്കുന്നത്. തിരുവാതിരക്കാർക്ക് അങ്ങനെയുള്ള കുറേ സൗഭാഗ്യങ്ങൾ വരും. 9-ാം ഭാവത്തിൽ രാഹുവാണ്. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ധാരാളം കാര്യങ്ങൾ വരും. തൻ്റെ ബന്ധുജനങ്ങളെ സംരക്ഷിക്കുവാൻ അതിനും സാധ്യത കൂടുതലാണ്. ഏതായാലും മിഥുന രാശിക്കാർക്ക് ഈ ഒരു വിഷുവർഷക്കാലം വളരെ അനുകൂലമാണ്. നമസ്തേ.